കരുവന്നൂർ കള്ളപ്പണക്കേസിൽ അന്വേഷണം വീണ്ടും CPM നേതാക്കളിലേക്ക്. ബാങ്കിനെ കബളിപ്പിച്ച് കൈക്കലാക്കിയ കള്ളപ്പണത്തിൽ ഒരു പങ്ക് CPMനു ലഭിച്ചതായി ഇഡി കണ്ടെത്തിയിരുന്നു. രണ്ടാംഘട്ട കുറ്റപത്രത്തിൽ CPM പാർട്ടിയും പ്രതിപട്ടികയിലേക്ക് എത്തുകയാണ്. കേസിൽ മുൻ സ്പീക്കറും മന്ത്രിയുമായിരുന്ന കെ രാധാകൃഷ്ണൻ MPയെ കൂടി ചോദ്യം ചെയ്യുന്നതോടെ CPM കൂടുതൽ പ്രതിരോധത്തിലാവുകയാണ്. കിരൺകുമാർ ഉണ്ട് വിവരങ്ങളുമായി. കിരൺ, ഇത് നേരത്തെ തന്നെ പ്രതിപട്ടികയിലേക്ക് CPM വരുന്നു. പക്ഷേ CPMലെ ഉന്നത നേതാക്കളെ തന്നെ ചോദ്യം ചെയ്യുമ്പോൾ വലിയ പ്രതിരോധത്തിലേക്ക് പോവുകയാണ്, അല്ലെങ്കിൽ CPMലേക്ക് തിരിയുകയാണ് ഈ കേസിന്റെ മുനകൾ. വിവരങ്ങൾ. വീണ, കരുവന്നൂർ സഹകരണ ബാങ്കിൽ ഏറ്റവും കൂടുതൽ തട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്ന് കരുതപ്പെടുന്ന 2011 മുതൽ 2021 വരെയുള്ള വർഷങ്ങളിലെ CPMന്റെ തൃശ്ശൂർ ജില്ലാ സെക്രട്ടറിമാരടക്കമുള്ള ആളുകളെ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് ഇഡിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. നേരത്തെ മുൻ ജില്ലാ സെക്രട്ടറിയും ഒപ്പം തന്നെ മന്ത്രിയുമായിരുന്ന AC മൊയ്തീൻ അടക്കമുള്ള ആളുകളെ ചോദ്യം ചെയ്തിരുന്നു. ഏറ്റവും ഒടുവിൽ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള MM വർഗീസിനെയും ഇഡി ചോദ്യം ചെയ്തിരുന്നു. കൂടാതെ CPMന്റെ സംസ്ഥാന കമ്മിറ്റി അംഗം PK ബിജു അടക്കമുള്ള CPMന്റെ ഉന്നത നേതാക്കളെയും ഈ കരുവന്നൂർ സഹകരണ ബാങ്കിലെ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഇഡി ചോദ്യം ചെയ്തതാണ്. ഇതിന് പുറമെയാണ് ഈ കാലയളവിലുള്ള CPMന്റെ ജില്ലാ സെക്രട്ടറിമാരായിട്ടുള്ള മുഴുവൻ ആളുകളെയും വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുന്നതിന് വേണ്ടിയുള്ള നീക്കം ഏതായാലും ഇഡിയുടെ ഭാഗത്തു നിന്നും ആരംഭിച്ചിരിക്കുന്നത്. CPMന്റെ അറിവോടുകൂടിയും ഒത്താശയോടും കൂടി തന്നെയാണ് ഈ കരുവന്നൂരിലെ സഹകരണ ബാങ്കിൽ നടന്നിട്ടുള്ള തട്ടിപ്പ് എന്നുള്ളൊരു കാര്യം ഇഡി നേരത്തെ തന്നെ കണ്ടെത്തിയിരുന്നതാണ്. നേരത്തെ ഈ നഷ്ടപ്പെട്ട സ്വത്തുക്കൾ വീണ്ടെടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് CPMന്റെ സ്വത്തുക്കൾ കണ്ടുകെട്ടുന്ന നടപടികളിലേക്ക് ഇഡി കടന്നിരുന്നു. 77 ലക്ഷം രൂപയുടെ സ്വത്തുക്കളാണ് CPMന്റെ ഉടമസ്ഥതയിലുണ്ടായിരുന്ന ഈ സ്വത്തുക്കളായിരുന്നു നേരത്തെ ഇഡി കണ്ടുകെട്ടിയിരുന്നത്. കൂടാതെ തന്നെ CPMന്റെ പേരിലുണ്ടായിരുന്ന ചില ബാങ്ക് അക്കൗണ്ടുകളും മരവിപ്പിക്കുന്ന നടപടികളിലേക്ക് ഇഡി കടന്നിരുന്നു. ഏതായാലും ഇനിയിപ്പോൾ മുൻമന്ത്രി കെ രാധാകൃഷ്ണൻ അടക്കമുള്ള ആളുകളിലേക്ക് ചോദ്യം ചെയ്യുന്നതിന് വേണ്ടിയുള്ള ശ്രമം ഇഡിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. ഈ പാർലമെന്റ് കഴിയുന്നത് വരെ ഹാജരാകാൻ കഴിയില്ല എന്നുള്ളൊരു കാര്യമാണ് കെ രാധാകൃഷ്ണൻ അറിയിച്ചിരിക്കുന്നത്. എന്നിരുന്നാൽ പോലും ഇഡി വലിയ രീതിയിലേക്ക് മറ്റ് നടപടികളിലേക്ക് കടക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രാഷ്ട്രീയമായിട്ട് വേട്ടയാടുകയാണ്, ഇഡിയെ ഉപയോഗിച്ചുകൊണ്ട് വേട്ടയാടുകയാണ് എന്നൊരു ആരോപണം ഉന്നയിച്ചുകൊണ്ട് CPM പ്രതിരോധിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് തന്നെയാണ് CPMന്റെ ഉന്നത നേതാക്കളിലേക്ക് ഏതായാലും അന്വേഷണം എത്തിക്കൊണ്ടിരിക്കുന്നത്. വീണ. ഓക്കെ, ശരി കിരൺ.